ബസ്സൊക്കെയാണ് ഇഷ്ടപ്പെട്ടു. കാരണം എമ്പുരാൻ കുറച്ച് ഒരു 3 മണിക്കൂർ കുറച്ച് ടൈം കൂടുതലായിരുന്നു. മുഴുവൻ കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു മാർക്കറ്റിങ്ങിലാണ് കാശുണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ മാർക്കറ്റ് ചെയ്ത് മലയാളികൾ മണ്ടന്മാരൊക്കെ ചെയ്തു. മലയാളികൾ എങ്ങനെയാണ് എമ്പുരാൻ മണ്ടന്മാരേക്കുന്നത് തോന്നുന്നത്? കാരണം ആ പടം കാണുന്ന മുമ്പേ അവർ രൂപ ഉണ്ടാക്കിയായിരുന്നു. മാർക്കറ്റിങ്ങിലൂടെയും എല്ലാം രൂപ ഉണ്ടാക്കിക്കോളും. പക്ഷേ ആ പടം ആവറേജ് ചെയ്യും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആശാൻ ആവറേജ്. ലാലേട്ടൻ്റെ പല മൂവിയും ഭയങ്കര ഹൈപ്പ് കൊടുത്തു. സാഗർ ഗസ്റ്റൊക്കെ ആണെങ്കിലും ഒടിയനാണെങ്കിലും മരക്കാരാണ് ഭയങ്കര ഹൈപ്പ് കൊടുക്കുമ്പോൾ ആ പടം ആ എക്സ്പെക്ടേഷൻസ് വെച്ച് വരുന്നില്ല. അപ്പോൾ വെള്ളിയാഴ്ച ഇന്ന് 4 സിനിമകൾ ഇറങ്ങിയിരിക്കുന്ന വ്യാഴാഴ്ചയാണല്ലോ, സോറി വ്യാഴാഴ്ച, ഓക്കെ മാറിപ്പോയി. വ്യാഴാഴ്ച 4 സിനിമകൾ ഇറങ്ങിയിരിക്കുന്ന മരണമാസ്, അതുപോലെ തന്നെ ബസൂക്ക, ഗുഡ് ബാഡ് അഗ്ലി, അജിത്തിന്റെ പടം. അപ്പൊ ഇതിൽ വിന്നറായിട്ടുള്ള ജിംഖാനേതോ 4 സിനിമകളും കണ്ടോ? അല്ലെ, ഞാൻ ആകെ കണ്ട ബസൂക്ക മാത്രമേ. 2 പടം കാണുന്നു. ബസൂക്ക വിഷു ബോക്സ് ഓഫീസ് തൂക്കാൻ സാധ്യത. ഒരു 50 കോടിയുടെ കളക്ട് ചെയ്യുന്ന മൂവിയാണ്. എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മമ്മൂക്കയ്ക്ക് മാത്രം 100 കോടി ക്ലബ് നടനാണ്. താരപതിയെക്കാട്ടും നല്ല നടനായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാവാം അങ്ങനെ വരുന്നത്. അപ്പൊ ഈ കോടി ക്ലബ്ബുകളെയാണോ അതുപോലെ മമ്മൂക്കയുടെ സഞ്ചാരത്തിൽ സെലക്റ്റീവായിട്ട് നല്ല സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്ന പുള്ളിയുടെ കരിയറിലെ ബെസ്റ്റ് ടൈമാണ്. പക്ഷെ കോടി ക്ലബ്ബുകൾ മൊത്തം കോടി ക്ലബിലുള്ള കാര്യം നല്ല അഭിനയിച്ചിട്ടുള്ള കാര്യം. ഇപ്പോൾ ലാലേട്ടൻ ആണല്ലോ പണ്ട് ലാലേട്ടൻ നല്ല നടനായി. ഇപ്പോൾ ലാലേട്ടൻ മോഹൻലാൽ നടനെ കാണുന്നില്ല. മോഹൻലാൽ താരത്തെ മാത്രമേ കാണുന്നു. മോഹൻലാൽ നടനെ മൂവി ആയിരിക്കും ലാലേട്ടൻ തിരിച്ചു കിട്ടുന്ന ആഗ്രഹിക്കും. ആറാട്ടന് മോഹൻലാൽ ഫാൻസിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? മോഹൻലാൽ ഫാൻസ് കുറച്ച് ടോക്സിക്കാണ്. കാരണം അവർ നരസിംഹ ശേഷം വന്ന ഫാൻസ് അത് മുമ്പോട്ട് ഫാൻസ് വ്യത്യാസമുണ്ട്. ഞാൻ നരസിംഹ മുമ്പോട്ട് ഫാനാണ്. പഴയ ലാലേട്ടൻ 80-90 ലാലേട്ടൻ ഫാനാണ്. നരസിംഹ ശേഷം വന്ന ഫാൻസ് വളരെ ടോക്സിക്കാണ്. മമ്മൂക്ക ഫാൻസ് അങ്ങനെ ടോക്സിക്കാണ്. ഞാൻ തന്നെ ആദ്യം ആറാട്ടിൽ വയറിലായപ്പോൾ മാത്രമല്ല ഇവരെല്ലാ തരം സിനിമയും അക്സെപ്റ്റ് ചെയ്യും. മമ്മൂട്ടി ഫാൻസാണ്. പിന്നെ നൻപകൽ അക്സെപ്റ്റ് ചെയ്യും, സെയിം ടൈം ടർബോ അക്സെപ്റ്റ് ചെയ്യും. ലാലിൻ്റെ ഫാൻസ് അങ്ങനെയല്ല. അവർ മീശ പിരിക്കുന്നത്, എസ്പെഷ്യലി ഈ സാഹചര്യം ഈ നരസിംഹൻ കഴിഞ്ഞ് വന്ന ഫാൻസുകാർ മീശ പിരിക്കുന്ന അങ്ങനത്തെ പടം മാത്രം പ്രൊമോട്ട് ചെയ്യും. അവർ പ്രണയം പടം പ്രൊമോട്ട് ചെയ്തില്ല, വില്ലൻ വന്ന മൂവി പ്രൊമോട്ട് ചെയ്തില്ല. അപ്പോൾ ആ ഒരു ഞാനുള്ള പഴയ ലാലിൻ്റെ ഫാനാണ് നരസിംഹൻ മുമ്പോട്ട്. പിന്നെ റിവ്യൂ നിർത്തി റിവ്യൂ ഇവിടെ ഇപ്പോൾ തിയേറ്ററുകൊണ്ട് ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ഇവിടുത്തെ തിയേറ്ററുകൊണ്ട് ഞാൻ സിനിമാക്കാരുടെ പ്രശ്നമാണ്. ചില സിനിമാക്കാർ എന്നെ പറയുകയും കേട്ടത് അങ്ങനെയല്ല പറയണ്ടേ. നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ തുറന്നു പറയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അവരെ പറയുന്ന ബുദ്ധിമുട്ടാണ്. എത്ര അടിയിടയിൽ ഞാൻ ഇവിടെ അനുഭവിച്ചു. തീർച്ചയായും നിഷ്പക്ഷമായി. ഇപ്പം ഞാൻ അഭിനയിച്ച പടം ബാഡ് ബോയ്സാണ്. ഞാൻ അഭിനയിച്ച പടമായിട്ട് പുള്ളി നെഗറ്റീവ് കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബസ് നോക്കിയാൽ പോസിറ്റീവ് കൊടുത്തത് ഞാൻ അഭിനയിച്ച പടമല്ല. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യമായിട്ട് റിവ്യൂ കൊടുക്കണം. സിനിമകളിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കാൻ പോകുന്നത്? റിവ്യൂ കൂടുതൽ ആണോ? സിനിമ താല്പര്യമില്ല? അഭിനയം കുഴപ്പമില്ല, അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അഭിനയം അങ്ങനെ വലിയ എൻജോയും ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതുവരെ ഒന്നും കയറിയിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇത് കയറിയിട്ടുണ്ടാവും. എമ്പുരാൻ കയറിയിട്ടുണ്ടാവും. മാർക്കറ്റിംഗ് ഭയങ്കരമാണല്ലോ. എമ്പുരാൻ കയറിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ എമ്പുരാനും മറ്റേ ബസൂക്കയും തമ്മിലുള്ള കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ബസൂക്കിൽ അവർ വലിയ അവകാശവാദം അങ്ങനെ വലിയ മാർക്കറ്റിംഗ് ഒന്നും അവർ ഇല്ലാത്ത കാര്യം പറയുന്നില്ല. മമ്മൂട്ടിയുടെ പടങ്ങൾ പൊതുവെ അങ്ങനെ ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല. ലാലേട്ടൻ്റെ പല പടം ഹൈപ്പ് കൊടുത്ത് കുളമൊക്കെ ഉണ്ട്. ലാലേട്ടൻ നല്ല നടനാണ്. പക്ഷേ ലാലേട്ടൻ താരത്തെ ഇപ്പോൾ കാണുള്ളൂ, നടന്നേ കാണുന്നില്ല. തുടരും നല്ല മൂവിയാന്ന് തോന്നുന്നു. ലാലേട്ടൻ തിരിച്ചു വരട്ടെ. ഈ ആറാട്ട് എന്ന സിനിമയിലെ പേര് ലാലേട്ടൻ പോലും കിട്ടിയിട്ടില്ല, സന്തോഷ് വർഗീയ കിട്ടിയാണ്. അതിൽ ഈ ബസൂക്കയുടെ പേര് ബസൂക്കാരനായിട്ട് മാറുമോ? അത് ജനങ്ങളുടെ പേരാണ്, ഞാൻ പേരല്ല. ബസൂക്കയുടെ പേര് തരുമോ അറിയില്ല. ജനങ്ങളിൽ ഇടണ്ട. ഞാൻ ആറാട്ടനെ അറിയാതെ പ്ലാൻ ചെയ്തായതല്ല, അറിയാതായതാണ്. പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെരേര പ്ലാൻ ചെയ്ത ആളാണ്. പക്ഷെ അന്ന് ഭയങ്കര ഫാൻ ബോയ് ആണ്, ടെററൊക്കെ ആയിട്ടായിരുന്നു ലാലേട്ടൻ ഫാനാണ്. ഇപ്പോഴും യാതൊരു ഇപ്പൊ ലാലേട്ടൻ നല്ല മൂവീസ് തുടരും. എനിക്ക് പഴയ ലാലേട്ടൻ ഇഷ്ടം. പുതിയ അത് ഇടയ്ക്കലാവാം, ഇടയ്ക്കങ്ങനത്തെ സിനിമയിലാവാം. പക്ഷെ എപ്പോഴും അത് ചെയ്യുന്ന ശരിയാവില്ല. ഒരു കാലഘട്ടത്തിൽ ലാലേട്ടൻ മീശ പിരിച്ച് കൈ തീർത്ത് മുണ്ട് മടക്കി കുത്തിയാൽ ശരിയാവില്ല. അങ്ങനെയല്ല, ഏത് രീതിയിലുള്ള ലാലേട്ടനെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ലേ ഫാൻസ്? എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് മമ്മൂട്ടി ഫാൻസുകാർ കാണിക്കുന്നില്ല. മമ്മൂട്ടി ഫാൻസുകാർ നൻപേട് അഭിനയിച്ചാലും മറ്റേ ടർബോ അഭിനയിച്ചാലും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ലാലേട്ടൻ ഫാൻസ്, ഈ നരസിംഹ ശേഷം വന്ന ഫാൻസ് ഈ മീശ പിരിക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നു. അല്ല, അത് താരപരിവേഷത്തിന്റെ പൂർണ്ണത എന്നും പറഞ്ഞാണ് കൊടുത്തത്. കാരണം ഇപ്പൊ രജനികാന്ത് പറ്റി അവതാരം, രജനികാന്ത് ഭാഷ സിനിമ അഭിനയിക്കുന്ന നല്ല നടനായ ഭാഷ ഇട്ടോട് പിന്നെ ഷാജി കൈലാസ് അതിന് ശേഷമാണ് ഒരു മലയാളത്തിൽ ആരെ വെച്ചെടുത്താൽ ഇതുപോലൊരു സിനിമ പിടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു. അത് നരസിംഹം. ലാലേട്ടൻ പുള്ളി താരം മാത്രമല്ല, നല്ല നടന്നുകൂടിയാണ്. പക്ഷെ ലാലേട്ടൻ നടന്നേ ഇപ്പോൾ ആരും കാണുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അല്ല, വില്ലൻ പടത്തിന് ഫാഷൻ പ്രൊമോട്ട് ചെയ്തില്ല. പ്രണയമാണ് മൂവി പ്രൊമോട്ട് ചെയ്തില്ല. കാരണം അത് മാസ് ഇല്ലാത്തതുകൊണ്ട്.
ലാലേട്ടൻ്റെ നരസിംഹത്തിന് മുമ്പോട്ട് ഫാൻസുകാരാണ് എല്ലാ തരത്തിലുള്ള പടവും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇല്ല, ഓരോ 80 ലാലേട്ടൻ രാജാവിൻ്റെ ഭാഗം ചെയ്യുന്ന സമയത്ത് തന്നെയാണ് പുള്ളി വേറെ ചിത്രം ചെയ്യുന്നത്. അതിന് ഡിഫറെൻറ്റ് റോൾസ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നു. തീർച്ചയായും കിരീടം, ചിത്രം, എല്ലാം അത് പുള്ളിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ടൈം. ഇപ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും കരിയർ ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ. ലാലേട്ടമാണ് ചുറ്റുള്ള ആൾക്കാരുടെ പ്രശ്നമാണ്. വളരെ ഡയറക്ടേഴ്സിന് പുള്ളിയുടെ അവിടെ വരെ എത്താൻ പോലും പറ്റുന്നില്ല. പുള്ളിയുടെ ചുറ്റുള്ള ആൾക്കാരാണ് പുള്ളി പല കാര്യം അറിയണമുള്ളൂ. ഈ സിനിമയിൽ മമ്മൂട്ടി സിനിമയിൽ സ്ക്രീൻ പ്ലേ ഇപ്പോഴും മമ്മൂട്ടിയാണ് കഥ കേൾക്കുന്നത്, എല്ലാം മമ്മൂട്ടി കഥ കേൾക്കണം. പക്ഷേ ലാലേട്ടൻ്റെ കേസ് അങ്ങനെയല്ല. അല്ല, ഈ സിനിമയിൽ ഡയറക്ഷനും എല്ലാം ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ് എല്ലാം നന്നായിട്ട് പോകും. നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു ലാഗ് ഒന്നും തോന്നിയില്ല. ഒന്നുമില്ല.